അകാരണമായി പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും വെറുപ്പ് നേടിപ്പോയാൽ നിന്റെ ഇബാദത്ത് പോലും വിലക്കില്ല കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സംഭവം ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പള്ളി ദർസിലൊക്കെ നാം ഓതുന്ന റിയാദുസ് സ്വാലിഹീനിൽ തന്നെ ഉദ്ധരിച്ചിട്ടില്ലേ? മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം. ചില്ലറക്കാരനല്ല, വലിയ മഹാനാണ്, വലിയാണ്. 24 മണിക്കൂറും ഉറക്കൊടിഞ്ഞ് പടച്ചുറപ്പിന് ഇബാദത്ത് ചെയ്ത മകനാണ്. താൻ ഇബാദത്ത് ചെയ്യാനിരിക്കുന്ന കുന്നിന്റെ താഴെ താമസിക്കുന്ന പ്രിയപ്പെട്ട കിളവിയായ ഉമ്മ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി 3 പ്രാവശ്യം വിളിച്ചപ്പോ സുന്നത്ത് നിസ്കാരത്തിലായി പോയ ജുറൈജ് റളിയല്ലാഹു അൻഹു ഉമ്മീ വസ്വലാത്തി ഉമ്മീ വസ്വലാത്തി ഉമ്മീ വസ്വലാത്തി, ഞാൻ എന്റെ ഉമ്മക്കുള്ള വിളിക്കുത്തരം ചെയ്യണോ അതല്ല എന്റെ നിസ്കാരം പൂർത്തിയാക്കണോ എന്ന് ചിന്തിച്ച് നിസ്കാരം പൂർത്തിയാക്കി ഉമ്മയെ സമീപിക്കുമ്പോഴേക്ക് മനസ്സ് നൊമ്പരപ്പെട്ട പ്രിയപ്പെട്ട മാതാവ് അങ്ങ് ദുആ ചെയ്തു പോയി, പടച്ചോനെ ഓനിപ്പം വലിയാണ്, ശൈഖാണ്, ഓനപ്പറ്റ ഉമ്മ ഞാനല്ലേ. ഈ കിളവിയായ ഉമ്മ ഈ വീട്ടിൽ ഒറ്റക്കിരുന്നിട്ട് ഞാനല്ല എന്റെ മകനെ വിളിച്ചിട്ടൊന്ന് ഉത്തരം ചെയ്യാൻ പോലും അവന് സന്മനസ്സില്ലെങ്കിൽ അവനെ നീ ഒരു വ്യഭിചാരിയുടെ മുഖം കാണിച്ചിട്ടല്ലാതെ നീ മരിപ്പിക്കല്ലേ അല്ലാ. വേദന വന്ന ഉമ്മ അങ്ങ് ദുആ ചെയ്തപ്പോ അതാ മഹാനവറുകളെ പടച്ചറപ്പ് പരീക്ഷിച്ചു പോയി. അതുപോലത്തെ അനുഭവം തന്റെ കൺമുമ്പിൽ വന്നുപോയി. പക്ഷേ അവിടുത്തെ ഇബാദത്തിന്റെയും സ്വലാഹിയത്തിന്റെയും കടുപ്പം കൊണ്ട് പിന്നീട് നേടിയ മാതാവിന്റെ തൃപ്തിയുടെ ബർക്കത്ത് കൊണ്ട് ആ പരീക്ഷണത്തിൽ നിന്ന് അവിടുത്തെ കറാമത്തിലൂടെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാരെ, ഉമ്മയെയും ഉപ്പയെയും ആദരിക്കണം, ബഹുമാനിക്കണം. അവരോടുള്ള ബന്ധം കടുപ്പപ്പെട്ട ബന്ധമാണ്. ആ ബന്ധം മുറിച്ചു പോയാൽ നീ എത്ര സുഖലോലുപയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പടച്ച റബ്ബ് ശിക്ഷിച്ചേക്കും കേട്ടോ. ഞാൻ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരികളായ സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ രോഗശയ്യയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയില്ലേ? ആ ഉമ്മ ഒരു നേരം കിടന്ന കിടപ്പിൽ വെച്ച് മൂത്രമൊഴിക്കേണ്ടുന്ന ഗതി വന്നാൽ, ഒരു നേരം ആ കിടന്ന കിടപ്പിൽ കാഷ്ടിക്കേണ്ടുന്ന ഗതി വന്നാൽ, ആ പ്രിയപ്പെട്ട ഉമ്മ ഈ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്ത ചട്ടിപ്പാത്രം അത് കൈകൊണ്ട് പിടിച്ചിങ്ങനെ ഒഴിവത് ശുദ്ധിയാക്കാൻ വേണ്ടി പോകുമ്പോ ഇടത്തെ കൈ കൊണ്ട് മൂക്ക് പിടിച്ചു പോയില്ലേ മോനെ? ആ ഉമ്മ കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞു, എന്തൊരു നാറ്റം എന്ന് പറഞ്ഞു പോയില്ലേ? ഏതുമ്മയോടാണ് നീ പറഞ്ഞത്? ഇതേ നീ ചെറിയ കുട്ടിയായ സമയത്ത് ആ ഉമ്മാന്റെ മാറിലൂടെ നീ കാഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ആ ഉമ്മാടെ മടിത്തട്ടിൽ നീ വിസർജിച്ചു കൊടുത്തിട്ടുണ്ട്, ആ പ്രിയപ്പെട്ട ഉമ്മാടെ കയ്യിൽ നീ വിസർജിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ മൂക്ക് പിടിച്ചിട്ടില്ല. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ നിന്നെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് അടിച്ച് വേദനിപ്പിച്ചിട്ടില്ല, നിന്നെ ചീത്ത പറഞ്ഞ് പ്രയാസപ്പെടുത്തിയിട്ടില്ല. സ്നേഹത്തോടെ ഒരു ഉമ്മയൊന്നും തന്ന് നിന്നൊരു ഭാഗത്ത് കഴുകി കിടത്തിയിട്ട് ഒരു പ്രയാസവുമില്ലാതെ ആ പ്രിയപ്പെട്ട ഉമ്മ കാഷ്ടങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയില്ലേ? എത്ര കഠിനാധ്വാനം ചെയ്തു. അങ്ങനത്തെ ഉമ്മ നമ്മുടെ മുന്നിൽ ഒരു കുട്ടിയെ പോലെ പ്രായം ചെന്ന് കിളവിയായി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ ഉമ്മക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിയുന്ന ഹിദ്മത്ത് ചെയ്തു കൊടുത്താൽ അത് തന്നെ എന്റെ ആഖിറത്തിന്റെ സലാമത്തിന് മതിയെന്ന് മനസ്സിലാക്കി ആ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബന്ധം സ്ഥാപിക്കാൻ, ആ ഉമ്മയോടുള്ള നല്ല സ്നേഹം നിലനിർത്താൻ, ആ ഉമ്മയോടുള്ള ബാധ്യത നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. പ്രായം ചെന്ന ഉപ്പയുടെ മുഖത്ത് നോക്കി, പ്രായം ചെന്ന ഉമ്മയുടെ മുഖത്ത് നോക്കി കൊരമ്പുന്ന സ്വഭാവം വേണ്ട
കേട്ടോ. ഒരു ഭർത്താവിനെ കിട്ടുമ്പോഴേക്ക് ഉമ്മയും വാപ്പയും വേണ്ട എന്ന ചിന്ത മനസ്സിൽ വരണ്ട കേട്ടോ. അപകടത്തിലേക്കാണ് പോക്ക്, അപകടത്തിലേക്കാണ് പോക്ക്, അപകടത്തിലേക്കാണ് പോക്ക്. യജമാനനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ ആദരിക്കണം, വാപ്പമാരെ ആദരിക്കണം. ആ ഉമ്മയോടും വാപ്പയോടുമുള്ള ബന്ധത്തെ പറ്റി നാം എപ്പോഴും ബോധവാനായിരിക്കണം. ആ ഉമ്മയോടുള്ള ബന്ധം നാം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ, ആ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ നിറവേറ്റിയിട്ടില്ലെങ്കിൽ, അതിലൂടെ എന്റെ ദുനിയാവും ആഖിറവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന ശക്തമായ ഭീതി നമ്മുടെ കൽവിലുണ്ടാകണം. അതുകൊണ്ട് ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും അവരോടുള്ള ബന്ധം സ്ഥാപിക്കുന്ന രീതിയിൽ സ്ഥാപിച്ച് അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റി നന്നായി അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അതേ സ്ഥാനത്ത് ഒരു ഉമ്മ മനസ്സ് തുറന്ന് മകന്റെ നന്മക്ക് വേണ്ടി ദുആ ചെയ്താലോ അവന്റെ രക്ഷ ഉറപ്പാണ്, സംശയം വേണ്ട. അല്ലാഹു നമ്മിൽ നിന്ന് ജീവിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തോടെ നീ ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ആ തണലുകൾ ഒരുപാട് കാലം സാധുക്കളായ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളിൽ ആരുടെയൊക്കെ മാതാക്കളും പിതാക്കളും മരിച്ചുപോയോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ആ മകൻ എപ്പോഴും ദുആ ചെയ്യണം. ഖുർആൻ പഠിപ്പിച്ചല്ലോ ആർക്ക് വേണ്ടി? ഉമ്മക്കും വാപ്പക്കും വേണ്ടി. എന്തേ ദുആ ചെയ്യേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്രായത്തിൽ എന്നോട് അവർ ഏതൊക്കെ രീതിയിൽ കൃപ കാണിച്ചവർ ചോരെ, ഏതൊക്കെ രീതിയിൽ അവർ കാരുണ്യം കാണിച്ചു, അതുപോലെ നീ അവർക്ക് റഹ്മത്ത് ചെയ്യണേ. ഒരു മകന് പ്രാർത്ഥിക്കൽ നിർബന്ധമാണ്. ആ പ്രാർത്ഥന നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. ഖുർആൻ തന്നെ നേരിട്ട് പറഞ്ഞല്ലോ, വലാ തഖുൽ ലഹുമാ ഉഫിൽ വലാ തൽഹറുഹുമാ വഖുൽ ലഹുമാ കരീമാ. ഒരു ഉമ്മയോടും വാപ്പയോടും ചേ എന്ന ഒരു വാക്ക് പറയരുത്, അഥവാ അപമര്യാദയോടൊരു സംസാരം നടത്തരുത്. വലാ തൻഹറുഹുമാ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരോട് കൊരമ്പിറ്റ് പുരമ്പി പെരുമാറുന്ന അവസ്ഥ ഉണ്ടാകരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോടെപ്പോഴും നല്ല ബഹുമാനത്തോടെയും വളരെ ആദരവോടെയും മാത്രമേ നിങ്ങൾ പെരുമാറാൻ പാടുള്ളൂ. ആ രീതിയിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയ നിർദ്ദേശമാണ്. അത് മുഖവിലക്കെടുക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധം നിലനിർത്തി, മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിർത്തി, അതിലൂടെ പുണ്യം നേടുന്ന വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചുരുക്കി പറയുന്നു. മാതാവിനോടും പിതാവിനോടുള്ള ബഹുമാനമാണ് ഒന്നാമത്തെ ബന്ധമായി നാം കാണേണ്ടത് കുടുംബ ബന്ധങ്ങളിൽ. അതുപോലെ മാതാവും പിതാവും മക്കളോടും അതുപോലെ സ്നേഹവും ബന്ധവും സ്ഥാപിക്കണം. ആ വിഷയത്തിൽ മാതാപിതാക്കളും പിന്നോട്ടാണ്. മാതാവും പിതാവും ഒക്കെ മക്കളോട് ബന്ധം സ്ഥാപിക്കൽ എങ്ങനെയാണ്? ഒരു വലിയ മനുഷ്യൻ ഒരു ചെറിയ ബക്കറ്റ് ആയിട്ട് വരുന്നുണ്ട്. ബക്കറ്റ് ചെറുതായി പോകണ്ട, കൊടുക്കുന്ന ചെറുതായി പോകണ്ട, ആളെ വണ്ണം നോക്കിയിട്ട് കൊടുത്താൽ മതി. എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കണം. അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് മക്കളോടും സ്നേഹവും ബന്ധമുണ്ടാകണം. അതെങ്ങനെയാ? എല്ലാ മക്കളെയും ഒരേ കണ്ണോടെ കാണാൻ കഴിയണം. ആരോടെങ്കിലും പ്രത്യേകമായ താല്പര്യം ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് മുന്നിൽ പ്രകടമാക്കാനും പാടില്ല. നമ്മുടെ സതീക മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? ഒരു മോൻ ഗൾഫിലും മറ്റേ മോൻ നാട്ടിലും മത്തി കച്ചവടം. എന്നാ ഗൾഫിലെ മോന് ഓനെ കൊണ്ടുള്ള മധുവൊന്നും പറയേണ്ടി വരില്ല. ഉമ്മാറും ഉപ്പാറും ഇങ്ങനെ കഷായം വെച്ച് കുടിക്കും. നാട്ടിലെ മോനോ, ഓനെല്ലാ ദിവസവും മത്തി തിന്ന് തലയിൽ വെച്ച് ഉള്ള എത്രയോ കിലോമീറ്റർ നടന്ന് അധ്വാനിച്ച് കിട്ടുന്ന 10 റുപ്യ ഉണ്ട്. വൈകുന്നേരം വരുമ്പോ 1 കിലോ പൂളിയും 1/2 കിലോ മത്തിയും കൊണ്ടാവും വരിക. അതാ ഉപ്പി ഉമ്മയും തിന്നിട്ടുണ്ടാകുക.
മറ്റേ മോനോ മാസത്തിൽ 3000 ചക്കാച്ച് കൊടുത്തിട്ടുണ്ടാവും. എന്നാ ഈ ചെറിയോൻ അധ്വാനിച്ചു കൊടുത്ത 25 റുപ്യ ഒരിക്കലും കാണാനുണ്ടാവൂല. എന്നിട്ടോ അവസാനം പറയും, എന്റെ ആ മോനാണ് ഗൾഫിലുള്ളതുകൊണ്ട് ഉസ്താദെ ഞാനിങ്ങനെ തട്ടിമുട്ടി അങ്ങ് പോകും. മറ്റോനോ മരിച്ചതിന് സമാനം പറ്റൂല. മക്കളെ മൊത്തത്തിൽ മക്കളാണെന്നുള്ള ഒരൊറ്റ കണ്ണോടെ കാണാൻ കഴിയണം. ചിലപ്പോൾ അല്ലാഹു തആല കൊടുത്ത കഴിവിലും തൗഫീഖിലും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ കിട്ടുന്ന ഉപകാരത്തിനും ഏറ്റ വ്യത്യാസം ഉണ്ടാകും. ആ ഏറ്റ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിനും വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അത് മക്കൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. അത് പ്രകടിപ്പിച്ചാൽ അപകടമാണ്. അതാണല്ലോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഒരുപാട് മക്കളുടെ കൂട്ടത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സ്നേഹം അല്പം കൂടുതലായിരുന്നു. അങ്ങനെയാണല്ലോ അത് സ്വാഭാവികമായിട്ടുണ്ടാകും. മക്കൾക്കിടയിൽ സ്നേഹത്തിൽ മാതാവിന്റെയും പിതാവിന്റെയും ഖൽബിൽ വ്യത്യസ്തമായ പരിഗണന ഉണ്ടാകും. പക്ഷെ അത് കാണിക്കാൻ പാടില്ല എന്നാണ് ശറഇന്റെ നിയമം. കാണിച്ചാൽ എന്താ അപകടം? ഇതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുള്ള ആ പ്രത്യേകമായ സ്നേഹം യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് പ്രകടമായി പോയപ്പോ ബാക്കിയുള്ള മക്കളൊക്കെ ആ മകനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു വലിയ പൊട്ടം കിണറ്റിലിട്ടില്ലേ. ആ പ്രിയപ്പെട്ട മകനെ കാണാതെ പോയ വേദന കൊണ്ട് കരഞ്ഞ് 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 കരഞ്ഞു യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയില്ലേ. പക്ഷേ പിന്നീട് അല്ലാഹു തആല അതേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തിരിച്ചു കൊടുക്കുകയും ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസിന്റെ ബർക്കത്ത് കൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചരിത്ര സംഭവത്തിൽ നിന്നെടുത്തുദ്ധരിച്ച് മഹാന്മാര് മാതാപിതാക്കൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. മക്കളോട് ഉമ്മയുടെയും വാപ്പയുടെയും കൽബിൽ സ്നേഹത്തിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകാൻ പ്രകൃതിയാണ്. പക്ഷേ അത് മക്കൾക്ക് മുന്നിൽ വ്യക്തമാക്കി പ്രകടിപ്പിക്കാൻ പാടില്ല. ആ സ്നേഹവും ബന്ധവും മറ്റു മക്കൾ അറിയാതെ മാത്രമേ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ. അത് ഉസ്താദുമാര് ശ്രദ്ധിക്കണം. ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലും എല്ലാ ശിഷ്യന്മാരും ഒരുപോലെ ആയിരിക്കില്ല. ശിഷ്യന്മാരിൽ ഉസ്താദന്മാരോട് സ്നേഹവും ബന്ധവും കൂടുതലുള്ള ശിഷ്യന്മാരുണ്ടാകും. പക്ഷേ ശിഷ്യന്മാർക്കിടയിൽ ഉസ്താദ് ഒരു ശിഷ്യനോട് മാത്രം പ്രത്യേക സ്നേഹവും ബന്ധവും കാണിച്ചാൽ മറ്റു ശിഷ്യന്മാർ ഓട്ടോമാറ്റിക്കായി ഉസ്താദിന്റെ ശത്രുക്കളായി മാറും. എന്നിട്ട് അവസാനം ഇല്ലാത്ത ഫിത്ന ഉണ്ടാക്കി. എന്നിട്ട് ഉസ്താദന്മാർ മനസ്സ് വേദനിക്കുന്നു. ഞാൻ 2 കൊല്ലം ഫതുഹുൽ മുഈൻ ഓതിക്കൊടുത്ത കുട്ടിയല്ലേ, ഞാൻ അലിഫ്യ വായിച്ച് ഓതിക്കൊടുത്ത കുട്ടിയല്ലേ, ആ കുട്ടി ഇപ്പൊ എന്റെ വലിയ ശത്രുവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ അതേ ചോദിപ്പടിച്ച് ഏതെങ്കിലും മുതഅല്ലിമിനോട് പ്രത്യേകമായ ഒരു സ്നേഹവും ബന്ധവും ഉസ്താദ് കാണിച്ചപ്പോ അതിൽ നിന്നുണ്ടായ തെറ്റിദ്ധാരണയിൽ നിന്ന് ഉടലെടുത്തിരിക്കുന്ന ശത്രുതയാണ്. മുതഅല്ലിമീങ്ങൾ തിരിച്ച് ഉസ്താദന്മാരോട് നല്ല സ്നേഹമുള്ള കുട്ടികൾ ഉണ്ടാകും. അവരോട് സ്നേഹവും അംഗീകാരവും ഉസ്താദിനുണ്ടാകും. പക്ഷേ മറ്റുള്ളവർക്കിടയിൽ പ്രകടമാകത്തക്ക രീതിയിൽ അത് ആ ശിഷ്യനോട് പ്രത്യേകമായി പരസ്യമായി കാണിക്കരുത്. അത് കാണിക്കുമ്പോൾ മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ശത്രുക്കളായി മാറും. ഇന്ന് പലപ്പോഴും പല മക്കൾക്കും ഉമ്മയോടും പാപ്പയോടും വെറുപ്പുണ്ടാകുന്നതിന്റെ ഒരു കാരണം അതാണ്. ഉസ്താദെ ഞാനിവിടുന്ന് ഇങ്ങനെ നായി നയിക്കും പോലെ നയിച്ചിട്ട് കിട്ടുന്ന എന്തെന്നാന്ന് വിചാരിച്ചാൽ വാങ്ങിക്കൊണ്ടു കൊടുക്കും. പക്ഷെ അത് ഉപ്പാക്കും ഉമ്മാക്കും വിലയില്ല. ഗൾഫിലുള്ള ഓനെന്തെങ്കിലും 2000 ആക്കുമ്പോഴത്തേക്ക് അതാ ഉപ്പാക്കും ഉമ്മാക്കും വലിയ ആനക്കാരിയോ. ഇങ്ങനെ മക്കളായ ഞങ്ങൾ അവഗണിച്ചാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം ഒരിക്കലും പണമാകാൻ പാടില്ല. എന്റെ പള്ളയിൽ നിന്ന് പുറത്തു വന്ന മകനാണെന്ന സ്നേഹമായിരിക്കണം. എന്റെയും എന്റെ ഭാര്യയുടെയും ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നും ജനിച്ചതാണ് ഈ മക്കളൊക്കെ എന്ന പരിഗണനയിലായിരിക്കണം അവരെ നാം സ്നേഹിക്കുന്നത്. അപ്പം മാതാവും പിതാവും മക്കളോടും മക്കൾ മാതാപിതാക്കളോടും നല്ല സ്നേഹത്തിലും ബന്ധത്തിലും ഇടപഴകി ജീവിച്ചു പോകണം. അങ്ങനെ കുടുംബ ബന്ധം. അതുപോലെ ഒരേ ഉമ്മയുടെ നേരെ മക്കൾ ആണും പെണ്ണും ഉണ്ടാകും. അവരാങ്ങള പെങ്ങന്മാരെന്ന ആ നല്ലൊരു സ്നേഹമുണ്ടായിരിക്കണം, നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു ചില്ലിക്കാശിന് വേണ്ടി അല്ലെങ്കിൽ മരിച്ച ഉമ്മാന്റെ അരിക്ക തോഹരി വെക്കുമ്പോ ഒരു നേരം മറ്റവനക്ക് ലേശം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവൾക്ക് ലേശം കുറച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിയിട്ട് കുടുംബ ബന്ധം നശിപ്പിക്കും
നശിപ്പിക്കണ്ട കേട്ടോ. ഒട്ടാകെ പണം എന്ന് പറയുന്നത് 2 ദിവസത്തേക്കാണ്, ബന്ധം എന്ന് പറയുന്നത് എന്നേക്കും വേണ്ടതാണ്. അതുകൊണ്ട് ആ കുടുംബ ബന്ധം സ്ഥാപിക്കാൻ നാം എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡമാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. ഒരു ഭർത്താവിന് ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനോടും ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണം, ആത്മാർത്ഥമായ ബന്ധമുണ്ടാകണം. പരസ്പരം അടിമത്തം അടിച്ചേൽപ്പിക്കുന്ന ബന്ധമാകാൻ പാടില്ല. ഒരു ഭാര്യ ഭർത്താവിനോട് എത്രത്തോളം ബാധ്യതപ്പെട്ടവളാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, പടച്ച റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ അനുവദനീയമാകുമായിരുന്നെങ്കിൽ ഞാൻ സ്ത്രീകളോട് അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. സദഖ റസൂലുള്ളാഹി. അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും സുജൂദ് ചെയ്യൽ അനുവദിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ആദ്യമായി സുജൂദ് ചെയ്യുക ആരെ കൊണ്ടാണെന്നറിയോ? ഒരു ഭാര്യയെ കൊണ്ട് ഭർത്താവിന്റെ മുന്നിലാണ് ഞാൻ സുജൂദ് ചെയ്യുക. പക്ഷെ അത് ഹറാമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, നീ നിന്റെ ഭർത്താവിന് ഒരുപാട് ഖൈർ ചെയ്തു കൊടുത്തു എന്ന് സങ്കല്പിച്ചോ. എന്നാൽ നിന്റെ ഭർത്താവിനോടുള്ള ബാധ്യത നീ തീർത്തവളല്ല. എത്രത്തോളം എന്നറിയുമോ? നിന്റെ ഭർത്താവിന്റെ നാസികദ്വാരം പെഴുത്ത് അതിൽ നിന്ന് രക്തവും ചീഞ്ചലവും, നാറുന്ന രക്തവും ചീഞ്ചലവും പുറത്തോട്ട് വരാൻ തുടങ്ങി. കഴുകിയിട്ടൊന്നും അത് പോകുന്നില്ല. പ്രിയപ്പെട്ട ഭാര്യയാകുന്ന നീ നിന്റെ ഭർത്താവിന്റെ നാസികദ്വാരത്തിൽ നിന്റെ ചുണ്ട് വെച്ചിട്ട് ആ രക്തവും ജലവും ഒക്കെ നീ ഊമ്പിയെടുത്ത് ശുദ്ധിയാക്കി കൊടുത്താലും നിന്റെ ഭർത്താവിനോടുള്ള ബാധ്യത നീ തീർത്തവളല്ല മോളെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അത്രത്തോളം ഒരു ഭാര്യ ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കണം, ബന്ധം സ്ഥാപിക്കണം, ആ ബാധ്യതകൾ നിറവേറ്റണം. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങളുടെ ഭർത്താവിനോട് എവിടെയാണ് നിങ്ങൾക്ക് സ്നേഹമുള്ളത്? എപ്പോഴെങ്കിലും ഒരു ചില്ലറ കൊണ്ടുത്തരുമ്പോ അന്നൊരു ചിരി ഉണ്ടാകുമല്ലേ? എപ്പോഴെങ്കിലും ഒരു മാക്സിയോ അല്ലെങ്കിൽ ഒരു സാരിയോ ബ്ലൗസോ കൊണ്ടുത്തരുമ്പോ അന്ന് ചെറിയ ഒരു കോൾഗേറ്റിന്റെ പരസ്യം പോലത്തെ ഒരു ചിരി ഉണ്ടാവും ഭർത്താവിനോട്. പിറ്റേന്ന് മുതലോ ആ ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം പറ്റുമ്പോ കൊരങ്ങിന്റെ മാതിരിയുള്ള മുഖമായി പോയില്ലേ? അപകടം പതിയിരിക്കുന്നു, സൂക്ഷിച്ചോ. അങ്ങനെയല്ലേ സഹോദരിമാരും? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, എനിക്ക് ഒരു ദിവസം അല്ലാഹു തആല നരകത്തെ കാണിച്ചു. ഹബീബായ തങ്ങൾ പറയുക, എനിക്ക് അല്ലാഹു തആല ഒരു ദിവസം നരകം കാണിച്ചു തന്നു. ഞാൻ ആ നരകത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ സാധിച്ചത് സ്ത്രീകളെയാണെന്ന് ഖാല റസൂലുള്ളാഹി. സ്ത്രീകളെയാണ് എനിക്ക് നരകത്തിൽ കാണാൻ കഴിഞ്ഞത്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ എന്നിട്ട് അതിന് കാരണം പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പോകാനുള്ള കാരണം നിങ്ങൾക്ക് 2 ദുസ്വഭാവമുണ്ട്. ഒന്നെന്താ? തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ. 2 സ്വഭാവം. ഒന്ന്, ശാപം വർദ്ധിപ്പിക്കുന്നവരാണ്. തൽക്കാലം ഞാൻ വാദ് പറയുന്നത് കഴിഞ്ഞവരെ കോളിച്ചാലുള്ള സ്ത്രീകളെ പറ്റിയല്ല, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ പറ്റിയാന്ന് വിചാരിച്ചോളി. ഇന്നത്തെ വാദ് കഴിഞ്ഞിട്ട് ഞാൻ പോയ നിങ്ങളെ പറ്റിയ പറഞ്ഞെന്ന് വിചാരിച്ച വലിയ വിരോധമൊന്നുമില്ല. കാരണം തൽക്കാലം എല്ലാവരും രക്ഷപ്പെടല്ലേ. ബാക്കുസ്താദ് കടത്തിലായി പോകും, ഉസ്താദന്മാരെല്ലാം തന്നെ പടി പിടിച്ചു, സലാത്ത് വർഷം വെള്ളത്തിലായി പോയാലേ. പൈസന്റെ കാര്യത്തിൽ എന്തായാലും മുമ്പത്തിലാര് തന്നെയാണ് നമ്മളെ സഹോദരിമാരാണ്. ആണുങ്ങളെ കീശയെന്ന് എന്തെങ്കിലും ഒരു 10 റുപ്യ കളാണ്ടിക്കൽ ഇങ്ങനെ പച്ചവാദം പിടിച്ചോണ്ട് കൈ വരും പോലെ അങ്ങനെ വിറച്ചോണ്ടേ കൊടുക്കുന്ന കാര്യത്തിൽ മുമ്പന്തിയിൽ ആരെന്നെ ഉണ്ടാകും നമ്മുടെ സഹോദരിമാർക്ക്. ഏതൊക്കെ ഉസ്താദന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്ന് വെച്ചാൽ അത് നമ്മളെ സഹോദരിമാരെന്നെ വേണം. നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് പറയല്ല, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി പറയാം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, നിങ്ങൾ നരകത്തിൽ ഏറ്റവും കൂടുതലായി കാണിക്കപ്പെടാനുണ്ടായ കാര്യം 2 എണ്ണം. ഒന്ന്, ശാപത്തെ അധികരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് നിങ്ങൾക്ക്. ശാപം അധികരിപ്പിക്കുക. ചെറിയ മോന് ഒരു ചെറിയ തലവേദന ഒന്നും മുപ്പുറത്തെ കാര്യം, എന്നാൽ എന്തെങ്കിലും ഒരു വികൃതി കളിച്ചാൽ നിന്റെ ഹലാക്കിന്റെ കളിയാണ് ഒന്നാമത്തെ പറച്ചൽ ഇല്ലേ? നിന്റെ ഹലാക്കിന്റെ കളിയാണ്. വീട്ടിന്റെ കൊലായൊക്കെ നല്ല വൃത്തിയിൽ ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ച് പൊടിയൊക്കെ മാറ്റി ഒക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ചപ്പോ കോഴി കയറിയിട്ടൊന്നും നല്ല മൂപ്പർക്കുണ്ടോ കപ്പൂസ് പോയിട്ട് കാഷ്ടിക്കൊന്നും വല്ല മസിലും പഠിച്ചു. മൂപ്പര് കയറി എടുത്ത് അങ്ങോട്ട് കാഷ്ടിച്ചു. ഇത് കണ്ടപ്പോ തന്നെ എന്റെ ഹലാക്കിന്റെ കൊടുത്തൊരു ശാപം കോഴിക്ക്. ഇങ്ങനെ
ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദുഷിച്ച ശാപത്തിന്റെ പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ദുസ്വഭാവം നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ നരകത്തിലേക്ക് അധികമായി കടക്കാനുള്ള കാരണമായിരിക്കുന്നു. സദഖ റസൂലുള്ളാഹി. അപ്പൊ ആ ശാപത്തിന്റെ പ്രയോഗം ഒരിക്കലും നമുക്കുണ്ടാകരുത്. ആ ദുസ്വഭാവം നാം ഒഴിവാക്കണം. നീ നശിച്ചു പോട്ടെ, അലാഖത്തിൽ പോട്ടെ, അങ്ങനെ ഉണ്ടല്ലോ. ഈ രീതിയിലുള്ള ശാപവാക്കുകൾ ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിന്ന് വരാൻ പാടില്ല. രണ്ടാമത്തെ നിങ്ങളുടെ സ്വഭാവം എന്താണ്? ഭർത്താക്കന്മാരെ നിഷേധിക്കുന്നവരാണ്. ഈ ഹദീസ്, ഈ വാക്കിന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ രണ്ടർത്ഥം കൊടുത്തത് കാണാം. ഭർത്താക്കന്മാരെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥം സ്വന്തം ഭർത്താവിനെ പറ്റി എന്റെ ഭർത്താവല്ല എന്ന് പറയുക. കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു കോളേജ് കുമാരി ഒരു കോളേജ് കുമാരനുമായിട്ടൊരു ബന്ധമുണ്ടായി. ഉമ്മയൊപ്പിയൊന്നും അറിയില്ല. അങ്ങനെ ഇവക്ക് എപ്പോഴും ഓനിക്ക് എപ്പോ ഇവളിൽ നിന്ന് ഇങ്ങനെ വിചാരിച്ച് നടക്കുക. അതിന്റെ ഇടയിൽ ഉപ്പ ഉമ്മയും വേറെ പുതിയാപ്പിളെ കണ്ട് ഒരു അങ്ങനെ സംഭവിച്ചുക്ക വാങ്കാഹത്തുക്കാന്നും പറഞ്ഞ് കെട്ടിച്ചങ്ങ് വിട്ടു. പക്ഷേ 36 കൽവിൽ ജീവിക്കുന്ന പുതിയാപ്പിളേതാ നേരത്തെ ഒന്ന് കണക്കൂട്ടിയൊന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ആ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കുന്നു. ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇത് നിന്റെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുമ്പോ ജഡ്ജിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിനെ പറ്റി ഭാര്യ പറയുന്നു, എന്റെ ഭർത്താവല്ല. സ്വന്തം ഭർത്താവിനെ പറ്റി ഭർത്താവല്ലെന്ന് പറയുന്ന നിഷേധത്തിന്റെ വാക്യം നരകത്തിലേക്കുള്ള പോക്കിന്റെ കാരണമാണ്. രണ്ടാമത്തത് തഖ്ഫുറുൽ അശീർ, ഭർത്താക്കന്മാര് ചെയ്തു തന്ന ഉപകാരത്തെ നിഷേധിക്കുന്നവരാണ്. ഭർത്താവിൽ നിന്ന് ലഭിച്ച ഉപകാരത്തെ നിഷേധിക്കുക. ഉദാഹരണത്തിന്, ഇന്ന് വേദനം കഴിഞ്ഞ് പോയി കടന്നുറങ്ങുമ്പോ ഭാര്യക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന ഉസ്താദ് പറയും, നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇട്ട ഈ കുപ്പായ എത്ര കൊല്ലായി ഇത് വാങ്ങി തന്നിട്ട് അതുകൊണ്ട് നാളെ വരുമ്പോൾ നല്ലൊരു മാക്സി കൊണ്ട് തരണേനാ. അങ്ങനെ ഈ സാധു അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ മുലിയാറുള്ള ശാപം തേച്ചിട്ട് ഹലാക്കിന് മുലിയാർ എന്തിനായി പിന്നെ വന്ന് വേദ പറഞ്ഞു വിട്ടത്, നാളെ ഇപ്പൊ ചെലവാക്കണമല്ലോ 150 ഇങ്ങനെ ഇടങ്ങാറൊക്കെ വിചാരിച്ച് പിറ്റേന്ന് രാവിലെ പോയി ഇങ്ങനെ അങ്ങാടിയിലൊക്കെ തെണ്ടി തിരിഞ്ഞുള്ള അതാപുള്ള എല്ലാ ത്യാഗവും സഹിച്ച് പണിയെടുത്ത് തിരിച്ചു വരവും കിട്ടി 200 രൂപയിൽ ബസ് കയറാൻ നോക്കുമ്പോൾ ഓർമ്മ വന്ന പടച്ചോനെ പെണ്ണുങ്ങളൊരു ഒരു ഡ്രസ്സിന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അങ്ങനെ വേഗം ഒന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി കൂടി അടുത്ത ഷാപ്പിൽ കയറിയിട്ടൊരു നൈറ്റി വാങ്ങി ഒരു മാക്സി വാങ്ങി കയ്യിൽ പിടിച്ചു. പുരയിലെത്തുമ്പോ നമ്മുടെ സഹോദരിമാരുടെ കണ്ണ് കുറുക്കൻ ചത്താനും കണ്ട് കോഴിക്കുട്ടിൽ എന്ന് പറഞ്ഞ മാതിരി 36 കണ്ണ് തേച്ച് ഇങ്ങനെ ഭർത്താവിന്റെ കൈമല കെട്ട് കാണുന്നുണ്ടോ ഇല്ലേ, കെട്ട് കണ്ടാ ഒരു ചെറിയ ആശ്വാസം. വന്ന് കയറിയ ഉടൻ ഒരു ഭാര്യ ഭർത്താവിനോട് ചെയ്യുന്ന മര്യാദ എന്താ? സയ്യിദത്തുനാ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയൊക്കെ തന്റെ ഭർത്താവാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് സലാം പറഞ്ഞ് കയറ്റി റൂമിൽ കൊണ്ടുപോയി ഇരുത്തും. എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്ത് ആശ്വാസത്തിന്റെ 2 വാക്ക് പറഞ്ഞിട്ട് വേറെ വിഷയം പിന്നെ ചർച്ചക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഒരു ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ട മര്യാദ. ഇതാവൊന്നും ഉണ്ടാവില്ല. ഏരിയ പാട് എങ്ങനെയെങ്കിലും ആ കെട്ടിങ് പിടിച്ചേറ്റി അന്ന് പൊളിച്ചിങ്ങനെ നോക്കാം. വലിയ ഹാപ്പിയിലാ പൊളിക്കുന്നുണ്ടാകാം. നോക്കുമ്പോ ഇതിന്റെ കളറ് ലേശം മങ്ങിപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. മുഖത്തൊക്കെ ഒരു കളർ മാറി. മാക്സിന്റെ കളർ ലേശം മങ്ങിയതിന് 36 കളർ വന്നങ്ങ് മങ്ങി. എന്നിട്ട് എന്തോടോ പറ്റിയില്ലേ, എന്ത് പറ്റാ നിങ്ങളെ മുസീബത്ത്, ഖിയാമത്ത് വരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒല്ലാന്നൊന്നും കിട്ടൂല. ഇതുവരെ നിങ്ങൾക്ക് ഒരു മര്യാദക്കുള്ള നോട്ട തരാൻ കഴിഞ്ഞോ? അതിന്റെ നേരെ മുമ്പത്തെ ആഴ്ച കല്യാണത്തിന് പോകാൻ തിളങ്ങുന്ന സാരി ഒക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഒരൊറ്റ ഡ്രസ് അങ്ങോട്ട് മോശമായപ്പോ അതുവരെ ആ വിഷയത്തിൽ ചെയ്തു കൊടുത്ത മുഴുവൻ ഉപകാരത്തെയും ഒറ്റയടിക്കൽ നിഷേധിച്ച് കളഞ്ഞു. ഭർത്താക്കന്മാര് ചെയ്തു തന്ന ഉപകാരത്തോട് നിഷേധാത്മകമായ സമീപനം അംഗീകരിക്കുന്ന ശൈലി, അത് നിങ്ങളുടെ നരകത്തിലേക്കുള്ള പോക്കിന്റെ സബബാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഭർത്താവിനോട് എപ്പോഴും നന്ദിയുള്ള മനസ്സാണ്. ഭർത്താവ് ചെയ്തു തന്ന ഉപകാരത്തിന് എപ്പോഴും നന്ദി വേണം. ആ ഭർത്താവിനോട് ഞാൻ കടപ്പെട്ടവളാണെന്നുള്ള ബോധം വേണം. എന്നാൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യ അടിമയാണെന്ന് ചിത്രീകരിച്ചു പോകരുത്. ആ ഭാര്യയോട് നീ നല്ല സ്നേഹത്തോടെ പെരുമാറണം. ആ ഭാര്യയോട് നീ ഒരിക്കലും പീഡനത്തിന്റെ ഭാഷയിൽ സംസാരിക്കരുത്. ആ ഭാര്യയെ നീ അകാരണമായി മർദ്ദിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. അവർക്ക് ആവശ്യമായിരിക്കുന്ന വസ്ത്രവും ഭക്ഷണവും നീ കൃത്യമായി നൽകണം. എന്തിനേറെ എന്ന് ചോദിച്ചാൽ നിന്റെ സ്വന്തം മകന് മുലപ്പാല് കൊടുക്കാനുള്ള
ആധികാരികമായ ബാധ്യത പോലും നിന്റെ ഭാര്യക്കല്ല, ഭർത്താവാകുന്ന നിനക്കാണ്. അഥവാ ആ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്നതിന് വേണ്ടി നിന്റെ ഭാര്യ നിന്നിൽ നിന്ന് കൂലി ആവശ്യപ്പെട്ടാൽ ഉപ്പയാകുന്ന നീ ആ ഭാര്യക്ക് കൂലി കൊടുത്തെങ്കിലും ആ കുട്ടിക്ക് മുല കൊടുപ്പിച്ചിരിക്കണം. അത് നിന്റെ കർത്തവ്യത്തിൽപ്പെട്ടതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരു ഭാര്യയോട് എപ്പോഴും നല്ല സമീപനം, അവളോട് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഉപകാരം പരസ്പരം മനസ്സ് തൃപ്തിപ്പെട്ടുകൊണ്ടാകുക. നമ്മളങ്ങനെയല്ല. നമ്മളിപ്പം ഒരേ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിമയാ. രാവിലെ എണീച്ചു ബ്രഷ് ചെയ്തിങ്ങനെ വരുമ്പോഴേക്ക് നല്ല ഉഗ്രൻ ചായ മധുരട്ടിട്ട് ഇങ്ങനെ ടേബിൾ വരെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അന്നത്തെ ദിവസം പുരയിലും ബദ്റും ഉഹുദും ഖന്തഖൊക്കെ ഒന്നായിട്ടാണ് ഉണ്ടാകുക. ചിലപ്പോ ഓഫീസിൽ വല്ല ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ഭർത്താവാണെങ്കിലോ കുളിച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ ഇസ്തിരിയിട്ട് പൂട്ടി വെച്ചിട്ടില്ലെങ്കിൽ കൊടുക്കും വിസ്മയും കൂട്ടി മോന്ത കിട്ടുന്നുണ്ട് അല്ലേ? എന്താ ഒരേ ആ കൈയുടെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. നീ ഒരിക്കലും നിനക്ക് ഭാര്യ ചെയ്തു തരേണ്ടിയിരിക്കുന്ന ഉപകാരം അവകാശമായിട്ട് കാണരുത്, നിന്റെ അധികാരമായിട്ട് കാണരുത്, നിന്റെ ഭാര്യയുടെ ഔദാര്യമായിട്ട് മാത്രമേ നീ കാണാൻ പാടുള്ളൂ. നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊടുക്കണം. ഹബീബായ തങ്ങളും അവിടുത്തെ പത്നിമാരും തമ്മിലുള്ള ബന്ധം ആ രീതിയിലായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിക്ക് തങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എന്നാ പലപ്പോഴും ഹബീബായ തങ്ങൾ എനിക്ക് കുളിക്കാനുള്ള വെള്ളം തങ്ങളും ഒഴിച്ചു തരാറുണ്ട്. ആലോചിച്ചു നോക്കാര്, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വന്തം ഭാര്യക്ക് കുളിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഏതിലാണ്, ഏത് മതത്തിലാണോ ഇത്രയും നല്ല സുന്ദരമായ ഒരു ബന്ധം കാണുക? പക്ഷേ നമ്മുടെ മോശത്തരം ആ ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കിയിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പരസ്പരം സ്നേഹത്തിലും ആദരവിലും ബഹുമാനത്തിലും ജീവിക്കണം. ആ നല്ല ബന്ധം എപ്പോഴും നല്ല രീതിയിൽ സ്ഥാപിക്കണം. അങ്ങനെ ഭാര്യയും ഭർത്താവും സന്തോഷത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ മക്കളും അതേ രീതിയിൽ തന്നെ സന്തോഷത്തോടെ വളരും. അവരങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയ കോമാണെങ്കിൽ ഈ മക്കളും അതുപോലെ തന്നെ വളർന്നു വരും. ഉപ്പുമ്മാനെ ചീത്ത പറയും, നല്ല നിഘണ്ടൂരില്ലാത്ത ഒന്നാം തരം മലയാളം എടുത്തിട്ട് നായ പ്ലസ് മോളെ ഈക്വൽ ഇന്റെ മോളെ എന്ന് പറയുന്നത് ഉണ്ടാവും. ഉപ്പ ഭർത്താവ് ഭാര്യ ചീത്ത പറയാ. എന്നിട്ട് ഇങ്ങനെ കേൾക്ക് ആര് LKG പോകുന്ന കുട്ടി, ഓൻ രാവിലെ ഇസ്ലാമിക് നഴ്സറി എന്ന് പറഞ്ഞാ പോവുക. ആ സ്കൂളിൽ ആ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിൽ 30 കുട്ടികൾ വേറുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കുട്ടി മതി അതിനെ തേച്ചു അലാക്കാക്കാൻ. കാരണം ഇവള് തേച്ചു കുടിക്കുമ്പോ നേരെ കുടിക്കുക അടുത്ത കുട്ടീനെ ഇതേ വാക്ക്, എന്ത് നായ പ്ലസ് ഈക്വൽ മോളെ ഇന്റെ മോളെ എന്ന് പറയുന്ന ആ ശൈലി അല്ലേ? എന്നിട്ടോ ടീച്ചർ ഇങ്ങനെ മൂക്കത്ത് വെച്ചിങ്ങനെ നോക്കുക, ആ കുട്ടി ഇത്ര പോകുന്നൊരു കുട്ടി വിളിച്ച വാക്ക് കണ്ടില്ല പഠിച്ചോ, എവിടുന്നാ വന്നത്? സ്വന്തം ഉപ്പമാനെ ചീത്ത പറയുന്ന രാവിലെ വെറുതെ കേട്ടിരിക്കുക കുട്ടി. ഉമ്മയും വാപ്പയും തമ്മിൽ നല്ല സ്നേഹത്തോടെ പെരുമാറണം. കുട്ടി ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയുടെ പ്രയോഗങ്ങൾ ഉണ്ടാകരുത്. അതിന് നല്ല സംസ്കാരത്തോടെ വളരാൻ നമുക്ക് സാധിക്കണം. അപ്പം മാതാവും പിതാവും മക്കളും സഹോദരി സഹോദരന്മാരും ഭാര്യയും ഭർത്താവും മൊത്തം കുടുംബങ്ങൾ അവരെപ്പോഴും നല്ല സ്നേഹത്തിലും ബന്ധത്തിലുമായി അങ്ങനെ ജീവിച്ചു പോകണം. ആ ബന്ധം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബർക്കത്താണ് എന്ന് മാത്രമല്ല, ആ ബന്ധം സ്ഥാപിച്ച് ജീവിക്കുന്നവനെ പടച്ചുറപ്പ് ദുനിയാവിലും ആഖിറത്തിലും ഒരു വിഷയത്തിലും വഷളാക്കില്ല എന്നുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സത്യമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കുടുംബ ബന്ധം അത് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണം. എന്തെങ്കിലും ഒരു തുച്ഛമായ പ്രശ്നത്തിനു വേണ്ടി പരസ്പരം തമ്മിലടിച്ച് ഭിന്നിക്കണ്ട കേട്ടോ. ഇനി ഇതൊക്കെ കേട്ടിട്ട് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ പുറത്തോട്ട് തള്ളി നശിപ്പിക്കണ്ട. ആരെങ്കിലും ആ രീതിയിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാനിതുവരെ കേട്ടത് റബ്ബിന്റെ ദീനാണ്, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഹഖാണ്, അതേ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളും നിബന്ധനകളുമാണ്. ഞാൻ ഈ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഞാൻ ഇന്ന കുടുംബക്കാരും ഒക്കെയായി പിണക്കത്തിലായി പോയല്ലോ. ഈ പിണക്കത്തോടെ ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എന്റെ
എന്റെ ആഖിറം എനിക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് പറ്റില്ല. നന്നാകണമെന്ന ശക്തമായ ആഗ്രഹം നമ്മുടെ കൽബിൽ കടന്നു വരട്ടെ. എന്നിട്ട് വളരെ പെട്ടെന്ന് പിണങ്ങിയവരുമായി നന്നായി നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ, അതൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണമെങ്കിൽ ബന്ധങ്ങളെ പറ്റിയും ബാധ്യതകളെ പറ്റിയുമുള്ള യഥാർത്ഥ ബോധവും അതർപ്പിക്കണമെന്ന ചിന്തയും നമുക്കുണ്ടാകണമെങ്കിൽ അതിനെല്ലാം നമ്മുടെ ഖൽബ് ശുദ്ധിയായി കിട്ടണം. കിബറുള്ള മനസ്സിന് ഒരിക്കലും അത് ചിന്തിക്കാൻ കഴിയൂല. ഹസദുള്ള മനസ്സിന് ഒരിക്കലും ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ രീതിയിലുള്ള ദുഷിച്ച ചിന്തയുള്ള മനസ്സിന് ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു ഓർമ്മ കടന്നു വരില്ല. അതുകൊണ്ട് നമ്മുടെ ഖൽബ് നന്നാക്കിയെടുക്കണം. ആ ഖൽബ് നന്നായാൽ തഖ്വയുള്ള ഖൽബാകും, താഴ്മയുള്ള ഖൽബാകും. അപ്പം വിഷയങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടാകും. എല്ലാവരോടും നല്ല ബന്ധത്തിൽ സ്ഥാപിക്കണം. ആ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളൊക്കെ വിശ്വാസികളാണ്. ആ വിശ്വാസികൾ പരസ്പരമുള്ളൊരു സ്നേഹബന്ധമുണ്ട്. ആ ബന്ധം വളരെ വിലപ്പെട്ടതാണ്. ആ ബന്ധവും സ്ഥാപിക്കാനും അവരോടുള്ള ബാധ്യതകൾ തീർക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലോ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യസുദ്ദു ബഅദുഹു ബഅദാ. ഒരു മുഅ്മിനായ മനുഷ്യനും മറ്റൊരു മുഅ്മിനായ മനുഷ്യനും പരസ്പരമുള്ള ബന്ധം അത് ഒരു ബിൽഡിങ്ങിന്റെ ബന്ധം പോലെയാണ്. ആ ബിൽഡിങ്ങിന്റെ ചുമര് പടുക്കാൻ വേണ്ടി വെച്ച ഒരു കല്ല് അടുത്ത കല്ലിന് ശക്തി പകരുന്നത് പോലെ, അതിന്റെ ഒരു ചുമര് അടുത്ത ചുമരിന് ശക്തി പകരുന്നത് പോലെ പരസ്പരം ശക്തി പകർന്ന് സഹായിക്കേണ്ടവരാണ്, സഹകരിക്കേണ്ടവരാണ്. കുറ്റം പറയേണ്ടവരല്ല, തമ്മിലടിക്കേണ്ടവരല്ല, ഭിന്നിക്കേണ്ടവരല്ല, അകലേണ്ടവരല്ല, അടുക്കേണ്ടവരാണ്, സ്നേഹിക്കേണ്ടവരാണ്, ഒന്നിക്കേണ്ടവരാണ്. ആ രീതിയിലുള്ള നല്ല ഈമാനികമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയണം. അതിനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ കൽബ് നല്ല ക്ലിയറായ കൽബാകണം. ആരോടും വെറുപ്പില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരെപ്പറ്റിയും ദുഷിച്ചത് ചിന്തിക്കാത്ത, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയ നല്ല താഴ്മയുള്ള കൽബാകണം. ആ കൽബിന്റെ ഉടമക്ക് മാത്രമേ ഈ നല്ല ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സ് മലീമസമായി പോയി, നമ്മുടെ കൽബ് കക്കൂസായി പോയി. ഈ കറപുരണ്ട കൽബ് ശുദ്ധിയാക്കണ്ടേ? അതിനു വേണ്ടിയാണ് മോനെ സ്വലാത്തിന്റെ മജ്ലിസ്, അതിനു വേണ്ടിയാണ് ദിക്റിന്റെ മജ്ലിസ്, അതിനു വേണ്ടിയാണ് പ്രാർത്ഥനയുടെ സദസ്സ്. അതേ, ഒരുപാട് തെറ്റുകൾ ചെയ്ത് കറുത്ത് കറുകട്ടിയായ കൽബുണ്ടല്ലോ, ആ കൽബിന്റെ കറകൾ കഴുകി ശുദ്ധിയാക്കാൻ നമുക്ക് പ്രാർത്ഥനയാണ് ആവശ്യം, നമുക്ക് ദിക്റാണ് ആവശ്യം, നമുക്ക് സ്വലാത്താണ് ആവശ്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസുകൾ അത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഏറ്റെടുത്ത് അതിലൂടെ പുണ്യം നേടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ കൽബ് ശുദ്ധിയാക്കണം. ആ കൽബ് ശുദ്ധിയാക്കിയവനോ അവൻ സ്വർഗത്തിൽ തന്നെ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. അറിയണം മോനെ, നിന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായി കഴിഞ്ഞാൽ നീ മുഴുവനും നന്നായി കഴിഞ്ഞു. അത് മോശമായാൽ നീ മുഴുവനും മോശമായി. ഏതാണ് ആ ഭാഗമെന്നറിയുമോ? അലാ വഹിയൽ ഖൽബ്. അറിയണം, അത് നിന്റെ മനസ്സാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മനസ്സ് നന്നായി കിട്ടണം. ആരെ പറ്റിയും മോശപ്പെട്ടത് ചിന്തിക്കാത്ത, ഞാനൊരു മോശക്കാരൻ, എനിക്കൊന്ന് നന്നായി കിട്ടണം, ഞാനൊന്ന് നന്നായി കിട്ടണം, ഈ ചിന്തയാണ് നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടത്. ആ കൽബ് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരു ഹൃദയശുദ്ധി നമുക്കുണ്ടെങ്കിലോ ചിലപ്പോ അമല് കുറഞ്ഞാലും സലാമത്തുറപ്പാണ്.
ആണ്. ഞാൻ ബർക്കത്തിനു വേണ്ടി ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബാക്കളും പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ബാങ്ക് മുഴങ്ങിയപ്പോ മസ്ജിദുൻ നബവിയിൽ ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അതാ പെട്ടെന്ന് ഹബീബായ തങ്ങൾ സ്വഹാബത്തിനെ കൊള്ള തിരിഞ്ഞുകൊണ്ട് പറയുന്നു, ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് കണ്ണും നട്ടിരിക്കുന്നു. ആരാണ് ആ വരുന്ന ഭാഗ്യശാലി? അതാ വരുന്നു ഒരു മധ്യവയസ്കനായ സ്വഹാബി വര്യൻ. പതുക്കെ താഴ്മയോടെ നടന്നു വന്ന് മസ്ജിദുൻ നബവിയുടെ പുറത്ത് തന്റെ പഴയ ചെരുപ്പൊന്ന് അഴിച്ചു വെച്ച് സാവധാനത്തിൽ പള്ളിയിൽ കയറി ചിട്ടയോടെ സുന്നത്ത് നിസ്കരിച്ച് അതാ സ്വഹാബത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്നു. ഇഖാമത്ത് മുഴങ്ങി ജമാഅത്തായി നിസ്കരിച്ചു. ദിക്റും ദുആവും ഒക്കെ കഴിഞ്ഞു. ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും നിർവഹിച്ച് എല്ലാവരും അവരുടെ വഴിയെ അങ്ങിറങ്ങിപ്പോയി. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസവും അതേ നിസ്കാരത്തിന് ബാങ്ക് മുഴങ്ങിയിട്ടുണ്ട്. ഹബീബായ തങ്ങളും സ്വഹാബത്തും മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് റസൂലുള്ളാഹി രണ്ടാമത്തെ ദിവസവും പറയുന്നു, ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനിതാ കടന്നു വരുന്നു. അന്നത്തെ ദിവസവും വരുന്നു ഈ മനുഷ്യൻ തന്നെ. അന്നത്തെ ദിവസവും കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസവും അതേ നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ അതേ ടൈമിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനിതാ വരുന്നു. മൂന്നാമത്തെ ദിവസവും കടന്നു വരുന്നു ഈ മധ്യവയസ്കനായ സ്വഹാബി തന്നെ. സ്വഹാബാക്കളെ ഓർപ്പിച്ചു, അദ്ദേഹം വലിയൊരു മഹാഭാഗ്യവാൻ, അൽഹംദുലില്ലാഹ് സ്വർഗാവകാശി തന്നെ. പക്ഷേ കൂട്ടത്തിൽ കൂടിയ സ്വഹാബാക്കളിൽ പ്രഗൽഭൻ മഹാനായ മുത്തബിഉസ് സുന്ന സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ആലോചിക്കുന്നു, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് ഏതായാലും ഉറപ്പായി. അത് കേട്ട് സന്തോഷിച്ചാൽ മാത്രം പോരല്ലോ, അദ്ദേഹത്തെ പറ്റി അങ്ങനെ റസൂലുള്ള പറയാനുള്ള പ്രത്യേകമായ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് സാധുവായ എനിക്ക് എന്റെ ജീവിതത്തിൽ പകർത്തി ഈ വിനീതനായ അബ്ദുള്ളയും ആ സ്വർഗാവകാശികളിൽ പെടണ്ടേ. അതുകൊണ്ട് അതൊന്ന് കണ്ടെത്തണം. മൂന്നാമത്തെ ദിവസം നിസ്കാരം കഴിഞ്ഞു ഈ മധ്യവയസ്കനായ സ്വഹാബി വര്യൻ ഇറങ്ങിപ്പോകുമ്പോ പിന്നാലെ പോകുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും, സലാം പറയുന്നു. ആ മഹാനവറുകൾ സലാം മടക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവറുകളെ, ഞാനൊരു 3 ദിവസം നിങ്ങളോടൊന്നിച്ച് നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നു, സമ്മതിക്കുമോ? ആ മഹാൻ സമ്മതം കൊടുത്തു. ഞാൻ ചുരുക്കി പറയട്ടെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നാമത്തെ ദിവസം അന്നത്തെ രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് കിടന്നുറങ്ങുന്നു. അർദ്ധരാത്രിക്ക് ശേഷം വിനീതനായ ഞാൻ എഴുന്നേറ്റ് എന്റെ പതിവ് പോലെയുള്ള ഇബാദത്ത് നിർവഹിക്കുന്നു. ഞാൻ എന്റെ തഹജ്ജുദ് നിസ്കാരവും എന്റെ മറ്റു ദിക്റും സ്വലാത്തും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. റസൂലുള്ള സ്വർഗാവകാശി എന്ന് പറഞ്ഞ മനുഷ്യനോ അതാ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പൊന്നും എഴുന്നേറ്റു. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ ഇബാദത്തും ചെയ്ത് നിസ്കാരം കഴിഞ്ഞു. ദിക്റും ദുആവും പതിവിലുള്ള ഇബാദത്ത് കഴിഞ്ഞ് എല്ലാവരും അങ്ങ് പോയി. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് അതിന്റെ പ്രത്യേകത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി നേരിട്ട് ചോദിച്ച് പഠിക്കലല്ലാതെ നിർവാഹമില്ല. മൂന്നാമത്തെ ദിവസം ഞാൻ ആ മഹാനുഭാവന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, മഹാനവറുകളെ,
3 ദിവസം ഞാൻ നിങ്ങളോടൊന്നിച്ച് അതിഥിയായി കഴിഞ്ഞുകൂടിയല്ലോ. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ മഹാൻ പറഞ്ഞു, ഇല്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ 3 ദിവസത്തിന്റെ നേരെ മുമ്പുള്ള 3 ദിവസം ഒരേ നിസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോ തുടർച്ചയായി അല്ലാഹുവിന്റെ റസൂൽ 3 ദിവസവും ഒരു പ്രവചനം നടത്തി. യഅ്തി ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗാവകാശിയായ ഒരു മനുഷ്യൻ നിങ്ങളിലേക്ക് വരുന്നു എന്നതായിരുന്നു ആ പ്രവചനം. അതിന്റെ ശേഷം 3 ദിവസവും കടന്നു വന്നത് നിങ്ങൾ തന്നെ. അതുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗാവകാശിയാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളിലുള്ള ആ പ്രത്യേകത എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് വിനീതനായ ഞാൻ 3 ദിവസം നിങ്ങളോടൊന്നിച്ച് അതിഥിയായി കഴിഞ്ഞുകൂടിയത്. പക്ഷേ എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സാധുവായ അബ്ദുള്ള, അങ്ങയോട് വളരെ താഴ്മയോട് അപേക്ഷിക്കുന്നു, ആ പ്രത്യേകത എന്താണെന്ന് ഈ സാധുവായ അബ്ദുള്ളക്കൊന്ന് പറഞ്ഞു തരണം. ആ നല്ലൊരു സ്വഭാവം എന്റെ ജീവിതത്തിൽ ഞാനും പകർത്തി ഈ വിനീതനായ അബ്ദുള്ളയും ഒന്ന് സ്വർഗാവകാശികളിൽ പെടട്ടെ. ആ മധ്യവയസ്കനായ സ്വഹാബി വര്യന്റെ കണ്ണിൽ വെള്ളം നിറയുന്നു. മഹാൻ പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ, സാധുവായ എനിക്ക് നിങ്ങളെപ്പോലെ കുറെ ഇബാദത്തിന്റെ കണക്ക് പറയാനില്ല, കുറെ ഇൽമിന്റെ കണക്ക് പറയാനില്ല. എന്നെ പറ്റി ഹബീബായ തങ്ങൾ അങ്ങനെ പറഞ്ഞു കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാഹ്. എനിക്കൊരു വലിയ പ്രത്യേകമായ അമലൊന്നും എടുത്തു പറയാനില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, മഹാനവറുകളെ, ആ പ്രത്യേകമായ ഒരു സ്വഭാവം നിങ്ങളിൽ എന്താണുള്ളതെന്ന് വിനീതനായി എനിക്കൊന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് ഈ മധ്യവയസ്കനായ സ്വഹാബി വര്യൻ കുലുങ്ങി കുലുങ്ങി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓ അബ്ദുല്ലാഹ്, സാധുവായി എനിക്ക് കുറെ ഇൽമിന്റെയോ കുറെ വലിയ അമലിന്റെയോ ഒന്നും കണക്ക് പറയാറില്ല. ഞാൻ പറഞ്ഞത് ഹഖാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് പറഞ്ഞു തരട്ടെ. സാധുവായ ഞാൻ ഓർമ്മ വെച്ച അന്ന് മുതൽ സൂക്ഷിച്ചൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് മറ്റൊന്നുമല്ല, എനിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ ഇന്ന് വരെ സാധുവായ എന്റെ ഖൽബിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി ഒരു മോശപ്പെട്ട ചിന്ത കടന്നു വരാൻ എന്റെ മനസ്സിന് ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല, അതിനൊരു സന്ദർഭം കൊടുത്തിട്ടില്ല. ഇതൊന്ന് കേൾക്കേണ്ട താമസം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, മതി മതി, എനിക്കനി മറ്റൊന്ന് കേൾക്കണ്ട. നിങ്ങൾ സ്വർഗാവകാശി എന്ന് റസൂലുള്ള പറയാൻ ഏറ്റവും വലിയ കാരണം ഇത് തന്നെ. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, മാന്യ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ ഖൽബ് നന്നായി കിട്ടണം. കിബറില്ലാത്ത, ഹസദില്ലാത്ത, ഫഖറില്ലാത്ത, റിയാ ഇല്ലാത്ത, പ്രതികാര ബുദ്ധിയില്ലാത്ത, താഴ്മയുള്ള ശുദ്ധമായ ഖൽബ്.